install IDU for floor ceiling cassette mounted split AC part 1. ഹലോ, എൻ്റെ പേര് ഷീന. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് ഞാൻ കരുതുന്നു. ഈ മോഡ്യൂളിൽ ഫ്ലോ, സീലിംഗ് അല്ലെങ്കിൽ കാസറ്റ് മൗണ്ട് ചെയ്ത സ്പ്ലിറ്റ് എ സി എന്നിവയുടെ ഇൻഡോർ യൂണിറ്റ് അല്ലെങ്കിൽ IDU ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ പഠിക്കാൻ പോകുന്നു. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് സാധിക്കുന്നത് സ്പ്ലിറ്റ് എ സിയുടെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കോമ്പോണന്റുകൾ തിരിച്ചറിയൽ, അൺപാക്ക് ചെയ്ത സ്പ്ലിറ്റ് എ സിയുടെ ഇൻഡോർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ പ്ലേസോ ലൊക്കേഷനോ തിരഞ്ഞെടുക്കൽ, സ്പ്ലിറ്റ് എ സിയുടെ ഇൻഡോർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യൽ, അൺപാക്ക് ചെയ്ത് സ്പ്ലിറ്റ് എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ ലൊക്കേഷൻ തിരഞ്ഞെടുക്കൽ, സ്പ്ലിറ്റ് എ സി സിസ്റ്റത്തിന്റെ ഔട്ട്ഡോർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യൽ, സ്പ്ലിറ്റ് എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിന്റെ കോമ്പോണന്റുകൾ പരിശോധിക്കൽ. ഇപ്പോൾ ഈ എക്സസൈസ് ചെയ്യാൻ ആവശ്യമായ എക്യുപ്മെന്റുകൾ, മെറ്റീരിയലുകൾ, ടൂളുകൾ എന്നിവ നോക്കാം. ആവശ്യമായ എക്യുപ്മെന്റുകളും മെറ്റീരിയലുകളും ടൂളുകളും: ട്രെയിനിയുടെ ടൂൾ കിറ്റ് ഒരെണ്ണം, സ്ക്രൂ ഡ്രൈവർ ഒരു സെറ്റ്, കട്ടിംഗ് പ്ലെയർ ഒരെണ്ണം, ഹാമർ 450 ഗ്രാം ഒരെണ്ണം, ഫ്രൈ ബാർ ഒരെണ്ണം, സ്ക്രൂ സ്പാനർ 8 ഇഞ്ചസ് ഒരെണ്ണം, സ്പിരിറ്റ് ലെവൽ ഒരെണ്ണം, അലൻ കീ ഒരു സെറ്റ്, ടെസ്റ്റർ ഒരെണ്ണം, ടെക്നീഷ്യൻ ടൂൾ കിറ്റ് ഒരെണ്ണം, ഡബിൾ ആൻഡ് സ്പാനർ സെറ്റ് ഒരെണ്ണം, വാക്വം പമ്പ് ഒരെണ്ണം, ചാർജിംഗ് ഹോസ് ഒരെണ്ണം, ഹാൻഡ് ഷട്ട് ഓഫ് വാൽവ് ഒരെണ്ണം, പ്രഷർ ഗേജ് ഒരെണ്ണം, ഡ്രില്ലിംഗ് മെഷീൻ ഒരെണ്ണം, എയർ ബ്ലോർ ഒരെണ്ണം, കോമ്പൗണ്ട് ഗേജ് ഒരെണ്ണം, ഫ്ലെയറിംഗ് ടൂൾ കിറ്റ് ഒരെണ്ണം, പിഞ്ചിംഗ് ടൂൾ ഒരെണ്ണം. ആവശ്യമായ എക്യുപ്മെന്റ്: ഒരു സ്പ്ലിറ്റ് എ സി സിസ്റ്റം ഒരെണ്ണം. ആവശ്യമായ മെറ്റീരിയലുകളും കോമ്പോണന്റുകളും: ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആവശ്യാനുസരണം, ഗ്രീസ് ആവശ്യാനുസരണം, ആംഗിൾ ഫ്രെയിം, റബ്ബർ പാഡ്, റിലേ, കപ്പാസിറ്റർ, ട്രൈക്കോളോറോ എത്തിലീൻ, കോട്ടൺ വേസ്റ്റ്, വയർ ബ്രഷ്. സ്പ്ലിറ്റ് എ സി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു സ്പ്ലിറ്റ് സിസ്റ്റം എയർ കണ്ടീഷണറിൽ 2 പാർട്ടുകളുണ്ട്. ഒരു ഇൻഡോർ യൂണിറ്റ്, ഔട്ട്ഡോർ യൂണിറ്റ്. ഇൻഡോർ യൂണിറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, അതേസമയം ഔട്ട്ഡോർ യൂണിറ്റ് വായുവിനെ തണുപ്പിക്കുകയും ഒരു ചെറിയ വോൾ ഹോളിലൂടെ കടന്നുപോകുന്ന ഇൻസുലേറ്റഡ് ട്യൂബുകളിലൂടെ വീടിനകത്ത് സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളുടെ ബിൽഡിംഗിന്റെ ഡിസൈൻ, സൈസ്, ക്ലൈമറ്റ് കൺട്രോൾ റിക്വയർമെന്റുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഇൻഡോർ യൂണിറ്റ് വാളിലോ ഫ്ലോറിലോ സീലിംഗിലോ അല്ലെങ്കിൽ കാസറ്റായോ ഇൻസ്റ്റാൾ ചെയ്യാം. സ്പ്ലിറ്റ് എ സിയുടെ വിവിധ പാർട്ടുകൾ ഇവയൊക്കെയാണ്: കംപ്രസർ, കണ്ടൻസർ കോയിൽ, ഇവാപ്പറേറ്റർ കോയിൽ, ഫാൻ, എയർ ഫിൽറ്റർ, കണ്ടൻസർ, ബ്ലോവർ, റെഫ്രിജറന്റ്, തെർമിസ്റ്റർ, എയർ കണ്ടീഷണർ, എയർ കോൺ ബ്രാക്കറ്റ്, കപ്പാസിറ്റർ, റെയിൻ ഹോസ്, ഔട്ട്ഡോർ യൂണിറ്റ്, ഇവാപ്പറേറ്റർ, ഫിൽറ്റർ, ഫ്രണ്ട് പാനൽ. ഇനി നമുക്ക് ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. ടാസ്ക് 1: എക്യുപ്മെന്റ് അൺപാക്ക് ചെയ്യുക. പാക്ക് ചെയ്ത മെറ്റീരിയലുകൾ ശരിയായി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻ സ്ലിപ്പുകൾ കൂടെയുണ്ടോ എന്ന് നോക്കുക. നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷനുകൾ പരിശോധിക്കുക. വുഡൻ പാക്കേജിംഗ് ഡിസ്മാൻഡിൽ ചെയ്യാൻ ഒരു ഹാമറും നെയിൽ റിമൂവറും ഉപയോഗിക്കുക. സ്ലൈഡുകളിൽ നിന്ന് എല്ലാ വുഡ് പാനലുകളും റിമൂവ് ചെയ്യുക. ഏതെങ്കിലും അറ്റാച്ച് ചെയ്ത ബോൾട്ടുകൾക്കായി യൂണിറ്റിന്റെ ബേസ് പരിശോധിക്കുക. ഏതെങ്കിലും ബോൾട്ടുകളോ നട്ടുകളോ റിമൂവ് ചെയ്യാൻ ഉചിതമായ സ്പാനർ ഉപയോഗിക്കുക. യൂണിറ്റ് അതിന്റെ പാക്കേജിൽ നിന്ന് വേർതിരിച്ചെടുക്കുക. എക്യുപ്മെന്റിന്റെ എല്ലാ സൈഡുകളും നന്നായി വൃത്തിയാക്കുക. യൂണിറ്റിൽ എന്തെങ്കിലും ഡാമേജുകളോ ഡെന്റുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. എല്ലാ സൈഡുകളും നല്ല കണ്ടീഷനിലാണെന്ന് ഉറപ്പാക്കുക. എന്തെങ്കിലും ഡാമേജുകളോ ഡെന്റുകളോ കണ്ടെത്തിയാൽ ഉടൻ സപ്ലയറിനെ അറിയിക്കുക. ഫിൽറ്ററിന്റെ കണ്ടീഷൻ പരിശോധിക്കുക. ഫാൻ, മോട്ടോർ, ബ്ലോവർ നല്ല കണ്ടീഷനിലാണെന്ന് ഉറപ്പാക്കുക. ഫാൻ, മോട്ടോർ, കപ്പാസിറ്റി സപ്ലയറിന്റെ മാനുവലിനുള്ളതുമായി മാച്ച് ആകുന്നുണ്ടെന്ന് കൺഫേം ചെയ്യുക. ഇവാപ്പറേറ്റർ ഫിന്നിൽ ഡാമേജിന്റെ ഏതെങ്കിലും സൈനുകൾ ഉണ്ടോ എന്ന് ഇൻസ്പെക്ട് ചെയ്യുക.
ഇൻസ്റ്റാളേഷനിൽ 2 വ്യത്യസ്ത പാർട്ടുകളുണ്ട്. ഇൻഡോർ യൂണിറ്റിന്റെ ഇൻസ്റ്റാളേഷനും ഔട്ട്ഡോർ യൂണിറ്റിന്റെ ഇൻസ്റ്റാളേഷനും. ടാസ്ക് 2. ഇൻഡോർ ഇൻസ്റ്റാളേഷനായി സ്ഥലം തിരഞ്ഞെടുക്കുക. ഡിസൈൻ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് റൂം സൈസ് അളക്കുക. റൂം എൻട്രൻസിൽ നേരിട്ട് ഇൻഡോർ യൂണിറ്റ് പ്ലേസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഫ്ലോർ ലെവൽ ഫ്ലാറ്റ് ആണെന്ന് ഉറപ്പാക്കുക. യൂണിറ്റ് ഒരു കോർണറിൽ പൊസിഷൻ ചെയ്യുക. പവർ സപ്ലൈ ഇൻഡോർ യൂണിറ്റിന് അടുത്തായി അറേഞ്ച് ചെയ്യുക. തിരഞ്ഞെടുത്ത സ്ഥലം ഡയറക്റ്റായി സൂര്യപ്രകാശത്തിൽ നിന്നും മറ്റ് താപസ്രോതസ്സുകളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുക. ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റുകൾക്കിടയിൽ പൈപ്പ് കണക്ഷനു വേണ്ടി ഒരു ദ്വാരം കുഴിക്കുന്നതിന് സൗകര്യപ്രദമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ആവശ്യാനുസരണം മുറി ഇൻസുലേറ്റ് ചെയ്യുക. ആവശ്യത്തിന് വായുസഞ്ചാരമുള്ള ഇൻഡോർ യൂണിറ്റ് സ്ഥാപിക്കുക. തിരിച്ചുള്ള എയർ ഏരിയയിൽ തടസ്സങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പാക്കുക. മുറിക്ക് പുറത്ത് എളുപ്പത്തിൽ ഡ്രെയിനേജ് അനുവദിക്കുന്നതിന് ഇൻഡോർ യൂണിറ്റ് സ്ഥാപിക്കുക. ശരിയായ പ്രവർത്തനത്തിനായി ഇൻഡോർ യൂണിറ്റിന് ചുറ്റും മതിയായ സ്പേസ് നിലനിർത്തുക. വിൻഡോകൾക്ക് അനുയോജ്യമായ എയർ കർട്ടനുകളോ ഇരുണ്ട കവറുകളോ ഉപയോഗിക്കുക. വെള്ളം ഒഴുകാൻ സാധ്യതയുള്ള സ്ഥലത്ത് യൂണിറ്റ് സ്ഥാപിക്കുന്നത് ഒഴിവാക്കുക. ടാസ്ക് 3. ഇൻസ്റ്റലേഷൻ. സ്റ്റെപ്പ് 1. തറയിൽ ഇൻഡോർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യൽ. ഡെസിഗ്നേറ്റഡ് മുറിയുടെ ഒരു മൂലയിൽ ഇൻഡോർ യൂണിറ്റ് സ്ഥാപിക്കുക. സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് തറ നിരപ്പാണെന്ന് ഉറപ്പാക്കുക. തടസ്സമില്ലാത്ത ജോലിക്ക് വിശാലമായ സ്പേസ് ഉറപ്പാക്കുക. വൈബ്രേഷനുകൾ കുറയ്ക്കാൻ ഇൻഡോർ യൂണിറ്റിന് കീഴിൽ റബ്ബർ പാഡുകൾ ഉപയോഗിക്കുക. PVC പൈപ്പുകൾ ഉപയോഗിച്ച് ശരിയായ ഡ്രെയിനേജ് സജ്ജമാക്കുക. ഫലപ്രദമായ ജലപ്രവാഹത്തിനായി ഇൻഡോർ യൂണിറ്റ് ഒരു സൈഡ് ചെറുതായി മുകളിലേക്ക് ചരിക്കുക. PVC ഡ്രെയിൻ ലൈനിനൊപ്പം ക്ലാമ്പുകൾ തുല്യമായി ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻഡോർ യൂണിറ്റിലേക്ക് സക്ഷൻ ലിക്വിഡ് ലൈനുകൾ ബന്ധിപ്പിക്കുന്നതിന് സ്ഥലം അനുവദിക്കുക. പ്രവർത്തന സമയത്ത് വൈബ്രേഷനായി ബ്ലോവർ പരിശോധിക്കുക. എയർഫ്ലോ പാതയിൽ തടസ്സങ്ങളൊന്നുമില്ലെന്ന് സ്ഥിരീകരിക്കുക. എല്ലാ ഫ്ലയർ ഫിറ്റിംഗുകളും സുരക്ഷിതമായി ശക്തമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ബ്ലോവറുകൾ ഷാഫ്റ്റിൽ ശരിയായി ഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അലൻ സ്ക്രൂ പതുക്കെ മുറുക്കുക. ആവശ്യാനുസരണം ഫാൻ മോട്ടോർ ലൂബ്രിക്കേറ്റ് ചെയ്യുക. വായു തടസ്സം തടയാൻ ബാഷ്പീകരണ ഡ്രെയിനിൽ ഒരു യു ട്രാപ്പ് സ്ഥാപിക്കുക. ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റുകൾക്കിടയിൽ റെക്കമെൻഡഡ് ഡിസ്റ്റൻസ് നിലനിർത്തുക. സ്വതന്ത്രമായ ജലപ്രവാഹം ഉറപ്പാക്കാൻ ഡ്രെയിൻ ലൈനിൽ PVC ഒരു യു ട്രാപ്പ് സ്ഥാപിക്കുക. ചോർച്ച തടയാൻ PVC ജോയിന്റ് കണക്ഷനുകൾക്ക് ശരിയായ പശ ഉപയോഗിക്കുക. വ്യത്യസ്ത വേഗതയ്ക്കും എയർ ത്രോയ്ക്കും ഫാൻ മോട്ടോർ പരിശോധിക്കുക. എയർ ത്രോ പരമാവധി ഫിൽട്ടർ ഏരിയയിൽ എത്തുന്നുവെന്ന് സ്ഥിരീകരിക്കുക. എല്ലാ ഇൻഡോർ യൂണിറ്റ് ഫിറ്റിംഗുകളും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. വയറിംഗ് ശരിയാണോ എന്ന് 2 തവണ പരിശോധിക്കുക. മുറിയുടെ വോൾട്ടേജ് റേഞ്ച് പരിശോധിക്കുക. യൂണിറ്റിന് ഉചിതമായ കപ്പാസിറ്റിയുള്ള ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസർ ഉപയോഗിക്കുക. ശരിയായ ഇൻസ്റ്റാളേഷനായി യൂണിറ്റിനുള്ളിലും പുറത്തുമുള്ള എല്ലാ വയറുകളും പരിശോധിക്കുക. യൂണിറ്റിൽ ഹൈ ക്വാളിറ്റിയുള്ള വയറുകളും പ്ലഗുകളും ഉപയോഗിക്കുക. മെച്ചപ്പെട്ട കൂളിംഗ് കാര്യക്ഷമതയ്ക്കായി ഒരു ഫോൾ സീലിംഗ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പരിഗണിക്കുക. ഡയറക്റ്റായി സൂര്യപ്രകാശം മുറിയിൽ പ്രവേശിക്കുന്നത് തടയുക. മറുവശത്ത് ചുവരിൽ മൗണ്ട് ചെയ്യാൻ നിങ്ങൾ മൗണ്ടിംഗ് പ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. സ്റ്റെപ്പ് 2. മൗണ്ടിംഗ് പ്ലേറ്റിന്റെ ഇൻസ്റ്റാളേഷൻ. ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായ അലൈൻമെന്റ് ഉറപ്പാക്കാൻ ഒരു ലെവൽ ഉപയോഗിച്ച് മതിലിന് നേരെ മൗണ്ടിംഗ് പ്ലേറ്റ് പിടിക്കുക. ഡ്രില്ലിങ്ങിനായി പെൻസിൽ ഉപയോഗിച്ച് ദ്വാരങ്ങളുടെ സ്ഥാനങ്ങൾ അടയാളപ്പെടുത്തുക. ഭിത്തിയിൽ ഘടിപ്പിച്ച AC യൂണിറ്റിന് അനുയോജ്യമായ ഉയരം നിലത്തുനിന്ന് ഏകദേശം 2.1 മീറ്ററാണ്. ഒപ്റ്റിമൽ പെർഫോമൻസിനായി ഓരോ വശത്തും 6 മുതൽ 12 ഇഞ്ച് ഇടം അനുവദിക്കുക. ഭിത്തിയിൽ പ്ലേറ്റ് വയ്ക്കുക. തുളച്ച ദ്വാരങ്ങളിൽ പ്ലാസ്റ്റിക് ആങ്കറുകൾ തിരുകുക. സ്ക്രൂകൾ ഉപയോഗിച്ച് സുരക്ഷിതമാക്കുക. സ്റ്റെപ്പ് 3. ഒരു ഔട്ട്ലെറ്റ് ദ്വാരം തുളയ്ക്കുക. വൈദ്യുത വയറുകളോ പൈപ്പുകളോ മതിലിന് പിന്നിൽ ഇല്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഔട്ട്ലെറ്റ് ദ്വാരത്തിനായി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. 7 മുതൽ 8 സെന്റിമീറ്റർ ദ്വാരം ഉണ്ടാക്കാൻ ഒരു ഡ്രിൽ അല്ലെങ്കിൽ കീഹോൾ സോ ഉപയോഗിക്കുക. ഡ്രെയിനേജിനായി ചെറുതായി താഴേക്ക് ചെരിച്ച്. സ്റ്റെപ്പ് 4. ഇൻഡോർ ഇലക്ട്രിക്കൽ കണക്ഷനുകൾ പരിശോധിക്കുക. ഇൻഡോർ യൂണിറ്റിന്റെ ഫ്രണ്ട് പാനൽ തുറക്കുക. കവർ നീക്കം ചെയ്യുക. കമ്മ്യൂണിക്കേഷനുള്ള സ്ക്രൂ ടെർമിനലുകളിലേക്ക് ശരിയായ വയർ കണക്ഷനുകൾ സ്ഥിരീകരിക്കുക. സ്റ്റെപ്പ് 5. പൈപ്പുകളും കേബിളുകളും ഇൻഡോർ യൂണിറ്റിലേക്ക് ബന്ധിപ്പിക്കുക. തുളച്ച ദ്വാരത്തിലൂടെ ത്രെഡ് കേബിളുകളും പൈപ്പുകളും ടേപ്പ് ഉപയോഗിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. ശരിയായ ജലപ്രവാഹനത്തിനായി ഡ്രെയിനേജ് പൈപ്പ് അടിയിൽ സ്ഥാപിക്കുക.
കൂളിംഗ് എഫിഷ്യൻസി നിലനിർത്താൻ ബെൻഡിംഗ് കുറയ്ക്കുക. സ്റ്റെപ്പ് 6. ഇൻഡോർ യൂണിറ്റ് മൗണ്ട് ചെയ്യുക. ഇൻഡോർ യൂണിറ്റ് ഉയർത്തുക. മൗണ്ടിംഗ് പ്ലേറ്റ് ഉപയോഗിച്ച് കണക്ഷനുകൾ വിന്യസിക്കുക. സുരക്ഷിതമായി ഫിറ്റിംഗിനായി ദൃഢമായി അമർത്തുക. സുഗമമായ വെള്ളം ഒഴുകുന്നതിനായി യൂണിറ്റ് 2 മുതൽ 3 ഡിഗ്രി വരെ പിന്നിലേക്ക് ചരിക്കുക. ഔട്ട്ഡോർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. സ്റ്റെപ്പ് 1. ഔട്ട്ഡോർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് അനുയോജ്യമായ ഒരു ഏരിയ കണ്ടെത്തുക. മേൽക്കൂര, ബാൽക്കണി, സ്ലാബ് അല്ലെങ്കിൽ ഒരു ആംഗിൾ ഫ്രെയിം പോലെയുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ഇനി പറയുന്ന ഇൻസ്റ്റാളേഷൻ ദൂരം നിലനിർത്തുക. പൈപ്പിങ്ങും കേബിളുകളും എളുപ്പത്തിൽ ഘടിപ്പിക്കുന്നതിന് ഇന്റീരിയർ യൂണിറ്റിന്റെ ഡ്രിൽ ചെയ്ത ദ്വാരത്തിന്റെ 50 അടി ഉള്ളിൽ സ്ഥാപിക്കുക. ഇൻഡോർ യൂണിറ്റുകൾക്കിടയിൽ 12 മീറ്റർ ഹൊറിസോണ്ടലായി, ഇൻഡോർ യൂണിറ്റുകൾക്കിടയിൽ 6 മീറ്റർ വെർട്ടിക്കലായി. റെഫ്രിജറന്റ് ലൈനിലെ ഫിക്സ് ക്ലാമ്പുകൾ ഇരട്ട ഇടവേളകളിൽ ഉറപ്പിക്കുന്നതിന് സമീപത്തുള്ള മതിലുകളുള്ള ഒരു പ്രദേശം തിരഞ്ഞെടുക്കുക. കണ്ടൻസർ ഫിന്നുകൾ തടഞ്ഞിട്ടില്ലെന്ന് ഉറപ്പാക്കുക. ചുവരിനും കണ്ടൻസറിനും ഇടയിൽ കുറഞ്ഞത് 1 അടി അകലം പാലിക്കുക. ശരിയായ വായു സഞ്ചാരത്തിനായി ചുറ്റുപാടിൽ കുറഞ്ഞത് 12 ഇഞ്ച് 30 സെന്റിമീറ്റർ സ്ഥലം അനുവദിക്കുക. എന്തെങ്കിലും റേഡിയോയിൽ നിന്നോ TV ആന്റിനയിൽ നിന്നോ 10 അടി ക്ലിയറൻസ് ഉറപ്പാക്കിക്കൊണ്ട് ആന്റിനകൾക്ക് സമീപം ഇത് വെക്കുന്നത് ഒഴിവാക്കുക. സ്റ്റെപ്പ് 2. ഔട്ട്ഡോർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. തിരഞ്ഞെടുത്ത ഏരിയയിൽ അല്ലെങ്കിൽ ലൊക്കേഷനിൽ ഔട്ട്ഡോർ യൂണിറ്റ് കണ്ടൻസിംഗ് യൂണിറ്റ് മൗണ്ട് ചെയ്യുക. അതായത് മൗണ്ട് ചെയ്ത രീതി ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ തറയുടെ മുകളിൽ വിതരണക്കാരന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് ആംഗിൾ ഫ്രെയിമുകൾ നിർമ്മിക്കുകയും അവയെ ഭിത്തിയിൽ സുരക്ഷിതമായി ഉറപ്പിക്കുക. അവ മതിലിനുള്ളിൽ കുറഞ്ഞത് 150 മില്ലിമീറ്ററെങ്കിലും വ്യാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. യൂണിറ്റിന്റെ ഭാരം താങ്ങാൻ കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തുക. ബോൾട്ടുകൾ, നട്ട്സ്, റബ്ബർ വാഷറുകൾ എന്നിവ ഉപയോഗിച്ച് സുരക്ഷിതമായി ഉറപ്പിക്കുക. നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു ഓവർഹെഡ് ഷേഡ് സ്ഥാപിക്കുക. അറ്റകുറ്റപ്പണികൾക്കും റിപ്പയറിനുമായി കണ്ടൻസിംഗ് യൂണിറ്റ് ചുറ്റും ധാരാളം സ്ഥലം അനുവദിക്കുക. റെഫ്രിജറന്റ് ലൈൻ കണക്ഷനുകൾക്ക് മതിയായ ഇടം ഉറപ്പാക്കുക. റെഫ്രിജറന്റ് ലൈനുകളിലെ തുല്യ അകലത്തിൽ ക്ലാമ്പുകൾ ഘടിപ്പിക്കുക. ബാധകമെങ്കിൽ ഒന്നിലധികം യൂണിറ്റുകൾ വശങ്ങളിലായി ക്രമീകരിക്കുക. കംപ്രസർ കാലുകളിൽ എല്ലാ ബോൾട്ടുകളും മൃദുവായി ശക്തമാക്കുക. അമിതബലം കൂടാതെ സർവീസ് വാൽവ് ഫിറ്റിംഗുകൾ സുരക്ഷിതമായി മുറുക്കുക. ഹാൻഡ് ബ്ലേഡ് പ്രൊപ്പല്ലറിന്റെ സ്വതന്ത്ര ചലനം പരിശോധിക്കുക. ഫാൻ ബ്ലേഡുകൾ, പ്രൊപ്പല്ലറുകൾ യൂണിറ്റ് ബോഡിയുമായി സമ്പർക്കം പുലർത്തുന്നില്ലെന്ന് ഉറപ്പാക്കുക. ബ്ലേഡ് അല്ലെങ്കിൽ പ്രൊപ്പല്ലറിൽ അലൻ സ്ക്രൂ ശ്രദ്ധാപൂർവം മുറുക്കുക. അയഞ്ഞ വയർ കണക്ഷനുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് അവ സുരക്ഷിതമാക്കുക. ഫാൻ മോട്ടോർ ബേസ് മെല്ലെ ശക്തമാക്കുക. എല്ലാ ഔട്ട്ഡോർ യൂണിറ്റ് ബേസ് ബോൾട്ടുകളും സുരക്ഷിതമായി ഉറപ്പിക്കുക. ഫാൻ മോട്ടോറിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് പുരട്ടുക. യൂണിറ്റ് ലെവൽ ഗ്രൗണ്ടിൽ സ്ഥാപിക്കുകയാണെങ്കിൽ ഔട്ട്ഡോർ യൂണിറ്റിനെ പിന്തുണയ്ക്കാൻ നിലത്ത് ഒരു കോൺക്രീറ്റ് പാഡ് സ്ഥാപിക്കുക. മണ്ണിലോ പാറകളിലോ നേരിട്ട് സ്ഥാപിക്കുന്നത് ഒഴിവാക്കുക. മഴക്കാലത്ത് വെള്ളം അടിഞ്ഞുകൂടുന്നത് തടയാൻ പാഡ് നിരപ്പും അല്പം ഉയരമുള്ളതാണെന്നും ഉറപ്പാക്കുക. കോൺക്രീറ്റ് പാഡിലേക്ക് ഔട്ട്ഡോർ യൂണിറ്റ് ഉറപ്പിക്കുക. വൈബ്രേഷനുകൾ കുറയ്ക്കാൻ പാഡിൽ ഒരു റബ്ബർ കുഷൻ സ്ഥാപിക്കുക. തുടർന്ന് ആങ്കർ ബോൾട്ടുകൾ ഉപയോഗിച്ച് കണ്ടൻസർ യൂണിറ്റ് സുരക്ഷിതമായി സ്ഥാപിക്കുക. സ്റ്റെപ്പ് 4. ഔട്ട്ഡോർ യൂണിറ്റിന്റെ ഇലക്ട്രിക്കൽ വയറിംഗ് പരിശോധിക്കുക. ശരിയായ കണക്ഷനുകൾക്കായി ഇൻസ്ട്രക്ഷൻ മാനുവലിന്റെ വയറിംഗ് ഡയഗ്രം പരാമർശിച്ച് കണ്ടൻസർ കവർ നീക്കം ചെയ്ത് വയറിംഗ് പരിശോധിക്കുക. ക്ലാമ്പുകൾ ഉപയോഗിച്ച് കേബിളുകൾ ഉറപ്പിച്ച് കവർ മാറ്റി സ്ഥാപിക്കുക. സ്റ്റെപ്പ് 5. കോപ്പർ പൈപ്പുകൾ സുരക്ഷിതമാക്കാൻ ഫ്ലെയർ നട്ട്സ് ഉപയോഗിച്ച് മാനുവലിന്റെ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം പൈപ്പിങ്ങും കേബിളുകളും ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് ബന്ധിപ്പിക്കുക. ഇൻഡോർ യൂണിറ്റിൽ നിന്ന് ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് പവർ കേബിൾ ബന്ധിപ്പിക്കുക. ആവശ്യമെങ്കിൽ അധിക കോപ്പർ പൈപ്പുകൾ ട്രിം ചെയ്യുക. അവസാനമായി ഒരു നിയുക്ത ഔട്ട്ലെറ്റിലേക്ക് വൈദ്യുത വിതരണം ബന്ധിപ്പിക്കുക. ഔട്ട്ഡോർ യൂണിറ്റിന്റെ ഘടകങ്ങൾ പരിശോധിക്കുക. കംപ്രസർ. കംപ്രസറിന്റെ തുടർച്ചയായി പരിശോധിക്കുക. പ്രോബ് ലീഡുകൾ എടുത്ത് ടെർമിനലിൽ ഒരറ്റത്ത് വയ്ക്കുക. മൾട്ടിമീറ്ററിന്റെ മറ്റേ പ്രോബ് മറ്റൊരു ടെർമിനൽ സ്ഥാപിക്കുക. മൾട്ടിമീറ്ററിൽ തുടർച്ചയായി പരിശോധിക്കുക. മറ്റ് ടെർമിനലുകൾക്കായി ഈ നടപടിക്രമം പിന്തുടരുക. ഫാൻ മോട്ടോർ. ഫാൻ മോട്ടോർ വിതരണ വയറുമായി ബന്ധിപ്പിക്കുക. മോട്ടോർ പ്രവർത്തിപ്പിക്കുക. വേഗത പരിശോധിക്കുക. നടപടിക്രമങ്ങൾ പാലിക്കുക.
ഇൻസ്റ്റലേഷൻ പൂർത്തീകരിക്കുന്നു. സ്റ്റെപ്പ് 1. റെഫ്രിജറന്റ് സർക്യൂട്ടിൽ നിന്ന് വായുവും ഈർപ്പവും നീക്കം ചെയ്യുക. സർവീസ് പോർട്ടിലേക്ക് ഒരു വാക്വം പമ്പ് ഹോസ് കണക്ട് ചെയ്യുക. തുടർന്ന് 10 mmHg വാതകം വാക്വം എത്തുന്നതുവരെ വാക്വം ഓണാക്കുക. ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക. തുടർന്ന് സർവീസ് പോർട്ടും ക്യാപ്പുകളും വിച്ഛേദിച്ച് മാറ്റി സ്ഥാപിക്കുക. സ്റ്റെപ്പ് 2. കിറ്റിൽ നൽകിയിരിക്കുന്ന ക്ലാമ്പുകൾ ഉപയോഗിച്ച് മതിലിലേക്ക് പൈപ്പിംഗ് സുരക്ഷിതമാക്കുക. മാനുവൽ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവ മതിയായ ഇടമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റെപ്പ് 3. വായുവും പ്രാണികളും നുഴഞ്ഞു കയറുന്നത് തടയാൻ വികസിത പോളി യൂറിൻ ഫോം ഉപയോഗിച്ച് മതിലിന്റെ ദ്വാരം അടയ്ക്കുക. എയർ കണ്ടീഷനിംഗ് സിസ്റ്റം ഓണാക്കുന്നതിന് മുമ്പ് നുരയെ ഉണങ്ങാൻ അനുവദിക്കുക. സ്റ്റെപ്പ് 4. യൂണിറ്റ് ഓണാക്കി തണുത്ത വായു ആസ്വദിക്കുക. ഇൻഡോർ യൂണിറ്റിൽ നിന്ന് AC ആരംഭിച്ച് തണുത്ത വായു പ്രസരിക്കാൻ കാത്തിരിക്കുക. പ്രവർത്തനപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് നിർദ്ദേശ മാനുവൽ പരിശോധിക്കുക. അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് AC യൂണിറ്റ് വിജയകരമായി ഇൻസ്റ്റാൾ ചെയ്തു. പ്രകടനം പരിശോധിക്കുന്നു. ടാസ്ക് 1. മാനിഫോൾഡ് ഗേജ് ഉപയോഗിച്ചുള്ള മർദ്ദം വിലയിരുത്തൽ. സിസ്റ്റത്തിലേക്ക് ഒരു ഗേജ് മാനിഫോൾഡ് അറ്റാച്ച് ചെയ്യുക. 2 മണിക്കൂർ തുടർച്ചയായി യൂണിറ്റ് പ്രവർത്തിപ്പിക്കുക. സക്ഷൻ ഡിസ്ചാർജ് ലൈനുകളിലെ മർദ്ദം നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. ടാസ്ക് 2. കൂളിംഗ് കാര്യക്ഷമത പരിശോധന. എയർ കണ്ടീഷണർ ഓണാക്കുക. താപനില ഒരു പ്രത്യേക മൂല്യത്തിലേക്ക് സജ്ജമാക്കുക. റീഡിംഗുകൾ റെക്കോർഡ് ചെയ്യുകയും ഫലങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്യുക. യൂണിറ്റ് നിർത്തി വായു തടസ്സങ്ങൾ നീക്കം ചെയ്യുക. പ്രവർത്തന കാലയളവും പ്രവർത്തനരഹിതമായ സമയവും കണക്കാക്കുക. ടാസ്ക് 3. വായുവിന്റെ ചലനം വിലയിരുത്തുക. സ്വിച്ച് ഉയർന്ന തണുപ്പിലേക്ക് സജ്ജമാക്കുക. പ്രദർശിപ്പിച്ചിരിക്കുന്നത് പോലെ വെലോസിറ്റി മീറ്റർ ട്യൂബ് അല്ലെങ്കിൽ അനെമോമീറ്റർ ഗ്രില്ലിന് മുന്നിൽ വയ്ക്കുക. റെക്കോർഡ് ഷീറ്റിൽ എയർഫ്ലോ അളവ് രേഖപ്പെടുത്തുക. ഗ്രില്ലിലെ വിവിധ പോയിന്റുകളിൽ എയർഫ്ലോ വിലയിരുത്തുക. റെക്കോർഡ് ഷീറ്റിലെ റീഡിംഗുകൾ ശ്രദ്ധിക്കുക. നെയിം പ്ലേറ്റിലെ വിശദാംശങ്ങളുമായി എയർഫ്ലോ താരതമ്യം ചെയ്യുക. ടാസ്ക് 4. വൈദ്യുത ഉപയോഗം നിരീക്ഷിക്കുക. യൂണിറ്റ് പ്ലഗ് ഇൻ ചെയ്ത് പവർ ഓണാക്കുക. ഫേസ് വയറിലേക്ക് ടോങ് ടെസ്റ്റർ അറ്റാച്ച് ചെയ്യുക. യൂണിറ്റ് ആരംഭിച്ച് കറന്റ് നിരീക്ഷിക്കുക. യൂണിറ്റ് ഓഫാക്കി ടോങ് ടെസ്റ്റർ നീക്കം ചെയ്യുക. AC യൂണിറ്റിന്റെ പ്രവർത്തനക്ഷമത നിർണ്ണയിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. നമ്മൾ എക്സസൈസിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചത് സ്പ്ലിറ്റ് ACയുടെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഘടകങ്ങൾ തിരിച്ചറിയുക. അൺപാക്ക് ചെയ്ത് സ്പ്ലിറ്റ് ACയുടെ ഇൻഡോ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലമോ ലൊക്കേഷനോ തിരഞ്ഞെടുക്കുക. സ്പ്ലിറ്റ് ACയുടെ ഇൻഡോ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. സ്പ്ലിറ്റ് ACയുടെ ഔട്ട്ഡോർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം അൺപാക്ക് ചെയ്ത് തിരഞ്ഞെടുക്കുക. സ്പ്ലിറ്റ് ACയുടെ സിസ്റ്റത്തിന്റെ ഔട്ട്ഡോർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. സ്പ്ലിറ്റ് ACയുടെ ഔട്ട്ഡോർ യൂണിറ്റിന്റെ ഘടകങ്ങൾ പരിശോധിക്കുക. അങ്ങനെ ഫ്ലോ, സീലിംഗ് അല്ലെങ്കിൽ കാസറ്റ് മൗണ്ട് ചെയ്ത സ്പ്ലിറ്റ് ACയുടെ ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ പഠിച്ചു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.